ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. വേദിയിലെ ബഹുമാന്യനായ ശ്രീ സാജി സർ, ശ്രീ സോമനാഥ് സർ, ശ്രീ ആൻസലി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് YMCA ക്യാമ്പ് സെന്ററിലെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം തന്നെ ഞാനും നിങ്ങളും ഇന്നിവിടെ ഒത്തുചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് നിങ്ങൾ ഞാനൊന്ന് ഓർക്കുക. KSFയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന ഒരേ ഒരു വികാരം അത് നമ്മുടെ ജീവിതമായിരുന്നു എന്നാണ്. ഞാനും നിങ്ങളും KSFയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ജീവിക്കുകയായിരുന്നു. നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് പണിയിറങ്ങി കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ എത്രമാത്രം ആ സ്ഥാപനത്തെ സ്നേഹിച്ചിരുന്നതെന്നും നമ്മൾ എത്രമാത്രം അതിനോട് ഇഴുകി ചേർന്നിരുന്നതും എത്രമാത്രം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമ്മൾ KSFയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നു നമ്മൾ തിരിച്ചറിയുക. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മുടെ എറണാകുളം ജില്ലയിലാണ് കളർഫുൾ ആയിട്ടുള്ള ഒരു ഓണാഘോഷം ഇത്രയ്ക്ക് മനോഹരമായി നടത്തുന്നത് എന്നാണ് എൻ്റെ ധാരണ. ഓണത്തിൻ്റെ സന്ദേശം എന്ന് പറയുമ്പോൾ ഗതകാല സ്മരണകളാണ്, അത് മധുര സ്മരണകളാണ്. സമത്വത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു കാലം, ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും വേർതിരിവുകളില്ലാതെ മനുഷ്യരെല്ലാവരെയും ഒരുമിച്ച് കണ്ടിരുന്ന ഒരു കാലം. ആ സുന്ദര കാലത്തെ സ്വപ്നം കാണുക എന്നുള്ളതാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ഒറ്റവാക്കിലൊരു സന്ദേശം. ഓണം എല്ലാവർക്കും അറിയുന്നു. നമ്മളൊക്കെ ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പിൽ കുറച്ച് സീനിയറും കുറച്ച് ജൂനിയറായിട്ടുള്ള ആളുകളായിരിക്കും ഇവിടെ ഉള്ളത്. നമ്മുടെ കുട്ടിക്കാലത്തെ ഓണം ഇന്നത്തെ ഓണമൊക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഈ വയസ്സുകാലത്ത് വലിയ വയസ്സൊന്നും അല്ല കേട്ടോ, 60 മുതൽ 80 വരെ നവയൗവനാണ് റിട്ടയർഡിന് ശേഷം. ആ ഒരു തസ്തികയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് മക്കളെ ആശ്രയിക്കാതെ ഒരുവിധ ആളുകൾക്കൊക്കെ പെൻഷൻ മെച്ചപ്പെട്ട പെൻഷനിലേക്ക് എത്താൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം എന്നുള്ളത് എന്തുമാത്രം ആനന്ദപ്രദമാക്കാൻ, എന്തുമാത്രം ഇഫക്റ്റീവ് ആക്കാം എന്നുള്ളത് ഇങ്ങനെയുള്ള കൂടിച്ചേരലുകളിലൂടെ അത്യാവശ്യ കലാപരിപാടികൾ അവതരിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂടിച്ചേരലിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഈ ഓണാഘോഷം കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് അതിന് തടസ്സമാണെങ്കിൽ ഓണമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട്. അവസാനം ഒരു ഓണത്തിന് ബന്ധപ്പെട്ട് നമ്മുടെ ജീവനക്കാരുടെ ഇടപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ അനുഭവമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ വേറെ രീതിയിൽ പറയാൻ അവസാനം മുഴുവൻ ഇന്നത്തെ ദിവസം കുറേ സന്തോഷമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞു പെൻഷൻ മെച്ചപ്പെട്ട് കിട്ടി. ഇനി കുറച്ച് പേരും കൂടി ഒരു അംഗീകാരമായിട്ടുണ്ട്, കോടതിയിൽ നിന്ന് നടപ്പായി കിട്ടുന്നതിന് താമസമേ ഉള്ളൂ. എങ്കിൽ പോലും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത്തിന് മുമ്പ് DGM HR വിളിച്ചത് നിരന്തരമായിട്ട് ഫോളോ ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ഈ 10,000 രൂപ ഓണമല ഉത്സവം ഇതിൻ്റെ ഓർഡർ അല്പസമയത്തിനുള്ളിൽ ഒരു കിട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലിടും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് മറ്റൊരാളാവുമ്പോഴേക്കും മിക്കവാറും ആളുകൾ കഴിഞ്ഞ വർഷമായി വരില്ല, പെട്ടെന്ന് പോയാൽ ബാലൻസ് കിട്ടാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്ന. ആ ഓർഡറിൻ്റെ കോപ്പി തരാനുണ്ട്. അതിൽ തന്നെ സന്തോഷം, ഇരട്ടി സന്തോഷമുള്ളത്. നമുക്കറിയാം 2007 മുമ്പ് ഈ സ്ഥാപനം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടത്തി വലുതാക്കി വളർത്തിയെടുത്ത ആളുകളെ ഏറ്റവും സൃഷ്ടിച്ച വരുമാനക്കാർ ഓഫീസായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയ ഡിഫറൻഷ്യലായിട്ട് അവർക്ക് 10,000 എന്നുള്ളത് 11,000 ആക്കി കൊടുക്കാമെന്ന് കമ്പനി പറഞ്ഞു. അതൊക്കെ നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വളരെ സന്തോഷം ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റിയത്. ഇനി അടുത്തൊക്കെ ഇങ്ങനെ കാണാൻ പരസ്പരം പറ്റട്ടെ. നമുക്ക് സന്തോഷിക്കാനും രസിക്കാനുള്ള സമയമായിട്ടൊന്ന് മാറ്റുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്ദി സാർ, നല്ലൊരു ഓണ സന്ദേശം നൽകിയത്. ആദ്യമായി തന്നെ ഓണത്തിൻ്റെ നന്മ, സൗഭാഗ്യം, ഐശ്വര്യം നേരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ 3-4 ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ആകാശത്തിലൂടെ ജെറ്റ് ഓടിക്കും. ജെറ്റ് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ജെറ്റൊക്കെ പറന്നു പോകണം കാണാൻ പുക പറയുന്നില്ല. ഓണം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തുഷ്ടിയുടെയും ഒക്കെ ഒരു ദിനമാണെങ്കിലും
ഇത് നഷ്ട സൗഭാഗ്യങ്ങളുടെ ഒരു ദിനം കൂടിയാണ്. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഐശ്വര്യം, നമ്മുടെ സന്തോഷം. ഞാനിപ്പോൾ ഓർക്കുന്നു, നിങ്ങൾ ഇന്നലെ വാട്സാപ്പിൽ കണ്ട് കാണാം, നമ്മുടെ സുഹൃത്തുക്കൾ ആ ശ്യാമളയെ സന്ദർശിച്ചത്. ഞാൻ കളമശ്ശേരി ജോലി ചെയ്യുമ്പോൾ എൻ്റെ അച്ഛന്മാരായിരുന്നു ശ്യാമള. ഇടയ്ക്കിടയ്ക്ക് സമരവും ഹർത്താലും ബന്ധുവൊക്കെ വരും. ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് ഭാര്യയുടെ ഓഫീസിലാണ്. അവിടെ ശ്യാമളയും സ്വാമിയും നോക്കിയിട്ടുണ്ടാവും എന്നെക്കാൾ. കാരണം അവിടെ നിന്ന് ശ്യാമളയെ ഓഫീസിലെത്തിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. കളിയാട്ടം കൂടിയോ കണ്ണാടിയിൽ
സാഗരങ്ങളായി സംഗീതമാലപിച്ചു സംഗമ സംഗീതമാലപിച്ചു. ഇമ്പം കൊളുമ്പുമീണം ഇനി നിന്റെ വീണമൂളും മാമ്പൂവി കരളിലെ മോ മരതകമഞ്ചിമയണിയും. ഇമ്പം കൊളുമ്പുമീണം ഇനി നിന്റെ വീണമൂളും ഓമഴ രാത്രി മല്ലിക കോർത്താ കുരിപ്പിൻസവേ കരുണാംബുരാസി ധീംതാരാ ധീംതാരാ జగులతో ప్రాణమే నాట్యం చేసే గతులతో నామశతంబుల నతులతో నాపైన నీ చూపు ఆపేళ ആകാശ നക്ഷത്ര പൂക്കൾ തേരൂട്ടം മോഹം കൊണ്ടു ഞാൻ ദൂരേനോ ഈണം പൂതനാൾ മധു തേടി പോയി. ഞാനൊരു പൂ തേടിപ്പോയി ആരും കാണാത്ത പൂ തേടിപ്പോയി. പൂതുള്ളി കൂമ്പാട കുമ്പിൽ നിറഞ്ഞു ആലകളിൽ പാലമുത തകിടു ചുരന്നു മാപ്പൂ മണവും കുളിരും മാടി വിളിക്കേ കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു വെള്ളാരപ്പൂമലമേലെ തിരുവോണപ്പുലരി വന്നു തൃക്കാക്കര നട തുറന്നു കുരവയിട്ടു പാറി വരൂ കുരുവികളെ കുരവയിട്ടു പാറി വരൂ കുരുവികളെ തുയിലുണരൂ തുയിലുണരൂ തുമ്പികളെ തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ മുക്കൂറ്റിപ്പൂ വിരിഞ്ഞു മൂന്നു കോടി പൂ വിരിഞ്ഞു മുക്കൂറ്റിപ്പൂ വിരിഞ്ഞു മൂന്നു കോടി പൂ വിരിഞ്ഞു തെച്ചിപ്പൂങ്കാവുകൾ തട്ടുടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു കോമഡി പരിപാടിയാണ്. അതിന് എല്ലാവരുടെയും സഹകരണം വേണം. ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഒരു 20 പേര് ഇവിടെ ലൈനായിട്ട് നിൽക്കും. മോളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെല്ലും മാങ്ങ പറയും.
ഇതുവരെ വളരെ ശരി. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ തോമസിലെത്തിയപ്പോൾ ഇത് എന്തായി മാറി എന്ന് നോക്കാം. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ. ഇതുവരെ വളരെ ശരി. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ കടലിനക്കരെ പോണോരേ കാണാ ഇത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നുള്ളത് കാണാം. ഒരു കലാതിലകമായാലും കാവ്യമാതാനെ പോലെയോ മഞ്ജുവാരെ പോലെയോ നവ്യാനാരെ പോലെയോ നാളെ സിനിമ കയറി മുകളിലേക്ക് മാങ്ങ പറയും. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്.